ഇതാ ഈശോ എഴുന്നള്ളി വരികയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന 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 ആയതാണെനിക്ക്. കരങ്ങൾ വീശി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യേശുവേ ഹല്ലേലൂയ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ തിരുസനത്തിൽ മനമുയർത്തി കരമുയർത്തി പ്രാർത്ഥിക്കുന്ന മക്കള് അവരുടെ ജീവിത ദുരിതങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരാധന ആരാധന എൻ ജീവനെ കൈകൾ നീട്ടി കാലം വലിയതാണെനിക്ക്. എല്ലാവരും എൻ ജീവനെ കാലം നീ വലിയതാണെനിക്ക്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കൈകൾ വീശി ആരാധന ആരാധന ആരാധന. ചേർന്ന് പാടാം. ആരാധന 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 ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകള്, പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവര് കർത്താവെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സമർപ്പിക്കുന്നു. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാരക രോഗമുള്ളവരെ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. അങ്ങേപ്പോലെ യേശുവേ എല്ലാവരും തുല്യം ചൊല്ലാൻ ആരുമില്ലേ. അങ്ങേപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വസ്തി സർലോകറാണി. ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മേ, അമ്മയുടെ പോലെ ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കള് പുതുക്കിയപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങള്, ഉടമ്പടി ചെയ്തപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങള്, വിദൂരങ്ങളിൽ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, മാരകമായ രോഗങ്ങൾ അടിമപ്പെട്ടവര് എല്ലാം അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. സ്വസ്തി സർലോകറാണി. മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. സ്വസ്തി സർലോകറാണി. മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ,
കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവൾ നീ, കനിവാർന്നു പ്രാർത്ഥിക്കതായി. സ്നേഹം നിറഞ്ഞവൾ നീ. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ. എല്ലാ തിങ്കളാഴ്ചകളിലും കൃപാസനത്തിൽ ഉപവാസമെടുത്ത് ആരാധിക്കുന്നവരുടെ ആരാധനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ. കനിവാർന്നു പ്രാർത്ഥിക്കതായി. സ്നേഹം നിറഞ്ഞവൾ നീ, കനിവാർന്നു പ്രാർത്ഥിക്കതായി. സ്നേഹം നിറഞ്ഞവൾ നീ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. ആദ്യ ചൊവ്വാഴ്ചകളിലും എല്ലാ ചൊവ്വാഴ്ചകളിലും കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ സൗഖ്യാരാധനയില് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ. കനിവാർന്നു പ്രാർത്ഥിക്കതായി. കരങ്ങൾ വീശിക്കൊണ്ട് സ്നേഹം നിറഞ്ഞവൾ നീ, എല്ലാവരും ചേർന്ന് കനിവാർന്നു പ്രാർത്ഥിക്കതായി. സ്നേഹം നിറഞ്ഞവൾ നീ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ശക്തമായി ഭാഷാപരത്തോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ ആരാധന, ദൈവമേ സ്തോത്രം. യേശുവേ ആരാധന. ഭാഷാപരത്തോടെ കൈകൾ വീശിക്കൊണ്ട് ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജിഷ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മരത്താക്കര ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 11 എൻ്റെ കൃപാസനം അൾത്താരയിലെ അമ്മ മാതാവിൻ്റെ അടുത്ത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. ആദ്യത്തെ സാക്ഷ്യത്തിൽ 2 നിയോഗങ്ങൾ നടന്ന കാര്യം ഞാൻ സമർപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ രോഗസൗഖ്യങ്ങളും അനേകം അനുഗ്രഹങ്ങൾ കിട്ടിയതും ഞാൻ അമ്മ മാതാവിൻ്റെ മുൻപിൽ എനിക്ക് സമർപ്പിക്കാനായിട്ട് ഈശോയെ മഹത്വപ്പെടുത്താനായിട്ടും സാധിച്ചു. ഇപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാനൊരു ഫൈനാൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. 2 വർഷക്കാലത്തോളമായി. അമ്മ മാതാവ് തന്ന ഒരു ദാനമാണ്. എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയ ജോലിയല്ല അത്. അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ അത് ഈശോയെ മഹത്വപ്പെടുത്തിയതാണ് ആ സാക്ഷ്യം. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ 1 വർഷത്തെ ഓഫീസിലേക്കുള്ള, അതായത് ഫൈനാൻസിൻ്റെ ഓഡിറ്റിങ്ങിന് 1 വർഷത്തെ കണക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അത് എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ല. ഞാൻ ആ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഓഡിറ്റിംഗ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഓഫീസുകളിലേക്ക് ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള കണക്കുകൾക്ക് ഒരാളെ വേറെ വയ്ക്കും എന്നാണ് സ്ഥാപനത്തിൻ്റെ ഓണർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞു. അവിടെ ഓഡിറ്റിങ്ങിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യം വന്നപ്പോൾ ഓഡിറ്റർ സാറ് ഞങ്ങളെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേച്ചി എഴുതിയിട്ടുള്ള ബുക്കുകളും കൊണ്ട് സാറ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എഴുതിയത് ശരിയാണോ എന്നറിയില്ല, നിങ്ങൾ വേറൊരാളെ വെച്ച് ഇത് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, സാറില്ല ചേച്ചി വായോ എന്ന് പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ അടുത്ത് പോയി. സാറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഉടമ്പടിയുടെ തൈലം, അതേമാതിരി ഉപ്പ്, ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ബുക്കുകളിൽ ഉടമ്പടി തൈലം, വിശ്വാസ പ്രമാണം ചൊല്ലി, അതേമാതിരി ഉടമ്പടി ഉപ്പ് അതിൽ ഉപയോഗിച്ചിട്ട്, അതേമാതിരി ആ സാറിൻ്റെ ഓഫീസിലേക്ക് കയറുന്നതിന് മുൻപ് ഉടമ്പടിയുടെ തൈലം വാതിലിൽ പൂശി, അങ്ങനെയൊക്കെയാണ് ഞാൻ കയറിയത്. അപ്പോൾ ആ സാറിനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഓഫീസറോട് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് അറിവ് കുറവാണ്, എനിക്ക് പറ്റാവുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, എനിക്ക് കണക്ക് നോക്കുക എന്നുള്ള ഒരു ജോലി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ സാറിൻ്റെ അടുത്ത് ബുക്കുകൾ കൊടുത്തു. സാറ് ബുക്കുകളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ആദ്യം എന്നോട് പെരുമാറിയ രീതിയിൽ നിന്ന് ആൾ മാറി.
പിന്നെ ബുക്ക് നോക്കി കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു, എഴുതണതൊക്കെ ഒരുവിധം എല്ലാതും ക്ലിയറാണ്. ഇത് ഓഫീസിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓഫീസിൻ്റേതായിട്ടുള്ള ബുക്കുകളിൽ എഴുതണം. അത് എഴുതിയിട്ട് ഇവിടെ വന്ന് കൊണ്ട് തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു വർഷത്തെ കണക്ക് അപ്പോൾ വീണ്ടും നമ്മൾ എഴുതണം. അപ്പോൾ അത് പാർട്ട്നേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നിങ്ങൾ ചേച്ചീനെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീണ്ടും അത് തന്നേക്ക് തന്നെ എനിക്ക് ചെയ്യേണ്ടതായി വന്നു. ആരും സഹായത്തിന് ഇല്ലാണ്ടായപ്പോൾ മാതാവിനെ വിളിച്ചു, ഈശോയോട് പ്രാർത്ഥിച്ച് ഞാൻ വചനം എടുത്തപ്പോൾ എനിക്കൊരു വചനം കിട്ടി. വചനം കിട്ടിയത് പ്രഭാഷകൻ 3:23 നിനക്ക് ദുഷ്കരമായവയിൽ നീ ഇടപെടരുത്, മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഒരു വർഷക്കാലത്തോളം ഞാനിവിടെ ഇരുന്നു. ഇപ്പം ഈ ഒരു വർഷത്തെ കണക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് വേറൊരു വ്യക്തി ഇല്ല. അമ്മ മാതാവ് വിചാരിച്ചാൽ ഈശോ വഴി എനിക്കത് നേടിത്തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അമ്മ അത് എനിക്ക് ചെയ്തു തരണം. അങ്ങനെ പറഞ്ഞ് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകൾ, അതേമാതിരി സാക്ഷ്യങ്ങൾ, അതൊക്കെ സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഞാനിരുന്ന് ഓഫീസിലത്തെ എല്ലാ വർക്കുകളും ചെയ്യണത്. കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരുന്നത് വരെയും സാക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ഉടമ്പടി ധ്യാനങ്ങളോ കൂടിയിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ആ ഒരു വർഷത്തെ കണക്കുകൾ പൂർത്തിയാക്കി സാറിൻ്റെ ഓഫീസിലേക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. 2 ദിവസത്തിന് ശേഷം സാറ് ഫോൺ വിളിച്ചു, പാർട്ട്നേഴ്സിനോട് പറഞ്ഞു സ്റ്റാഫിനെയും കൊണ്ട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഓഫീസിലേക്ക് ചെന്നു. അപ്പോൾ പോകുമ്പോഴാണ് അവരെന്നോട് പറഞ്ഞത്, ചേച്ചിനെയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ചേച്ചിനെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പോകുമ്പോഴൊക്കെ സഞ്ചാരി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എനിക്കറിയില്ല സാർ എന്താണ് പറയാൻ പോണത് എന്നൊന്നും എനിക്കറിയില്ല. അമ്മ മാതാവ് എനിക്ക് മുന്ന് അവിടെ ഉണ്ടാവണം. എനിക്ക് ആ സാറിൻ്റെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അപ്പം എനിക്ക് ഉടമ്പടി എടുത്ത് അന്ന് തൊട്ടുള്ളതാണ്, ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അമ്മ മാതാവ് വഴി എനിക്ക് ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അല്ലാണ്ട് എനിക്കൊരു കഴിവുണ്ടായിട്ട് ഞാൻ എഴുതണതല്ല, ഒക്കെ ആ സമയത്ത് എനിക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ഞാൻ എഴുതുന്നത്. അങ്ങനെ സാറിന് മുന്നിൽ ചെന്നു. സാറ് ബുക്ക് എടുത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ആ സാറിൻ്റെ സർവീസിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു കറക്ഷൻ പോലും ഇല്ലാതെ ഒരു വ്യക്തി ഓഡിറ്റർ ഓഫീസിലേക്ക് ഒരു കണക്ക് തരുന്നതെന്ന്. അപ്പോൾ ആ സാറ് എന്നോട് പറഞ്ഞു, തന്നോടത് നേരിട്ട് പറയണമെന്ന് എനിക്ക് തോന്നി. അത് ഫോണിൽ കൂടെ പറയേണ്ട ഒരു കാര്യമല്ല, അത് തന്നോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് തന്നെയും കൊണ്ട് വരാൻ പറഞ്ഞത്. എന്തായാലും ചെയ്തതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ലൊരു ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് തരാനായിട്ട് എനിക്ക് സാധിക്കും. ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ആള് നല്ലൊരു അനുമോദനം തന്നു. അതുപോലെ തന്നെ അപ്പം എൻ്റെ കൂടെ പാർട്ട്നേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞു ചേച്ചി പേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പറഞ്ഞു ഇല്ല, പേടിക്കേണ്ടതായ ഒരു കാര്യമില്ല, ആൾ ചെയ്തത് മുഴുവൻ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ സാറിൻ്റെ മുൻപിൽ വെച്ചിട്ട് അമ്മ മാതാവിനെ പറ്റിയിട്ടും ഈശോനെ പറ്റിയിട്ടും പറയാനായിട്ടുള്ള ഒരു ധൈര്യം അമ്മ എനിക്ക് അപ്പോൾ തന്നെ തന്നു. ഞാൻ എൻ്റെ കഴുത്തിൽ എൻ്റെ ഉടമ്പടിയുടെ കാശ് രൂപം ഉണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ ഈ ഓഡിറ്റിംഗ് ഓഫീസിലേക്ക് പോകുന്നതിന് 2 ദിവസം മുൻപ് മാതാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വഴി എനിക്ക് വെളിപ്പെടുത്തി തരാണ്, കാശ് രൂപം കഴുത്തിലിടെന്ന് പറഞ്ഞിട്ട്. 2ാമത്തെ ദിവസം ഞാനത് കഴുത്തിലിട്ടു. അതിന് ശേഷമാണ് ഓഫീസിലേക്ക് വിളിച്ചതും ഈ കാര്യങ്ങളൊക്കെ നടന്നതും. അപ്പം ഞാൻ മാതാവിൻ്റെ കാശ് രൂപത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, സാറേ ഇത് കണ്ടോ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇതെൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചതല്ല, ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് തന്നിട്ടുള്ള ഒരു കൃപയാണ്, അതെൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതല്ല, ഈശോയുടെ കൃപയാൽ മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഇതിന് അമ്മയോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ അമ്മയുടെ സംരക്ഷണം എനിക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരുക്കദിന പ്രാർത്ഥനകൾ നടന്ന് 19ാമത്തെ വർഷം ഇവിടെ നടന്നിരുന്നു. ആ പ്രാർത്ഥനയിൽ ഞാൻ യൂട്യൂബ് വഴി കൂടിയിരുന്നു. ആ സമയത്ത് 6 എന്നൊരു സംഖ്യ എനിക്ക് കാണിച്ചു തന്നു.
അതെന്താണെന്ന് എനിക്ക് അപ്പം മനസ്സിലായില്ല. പക്ഷെ ആ 6 എന്നുള്ള ഒരു ഇത് മനസ്സിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. അതുവഴി എനിക്ക് എന്നെയും മോനെയും ഒരു വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചത്. ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ വണ്ടി പെട്ടെന്ന് സ്കിഡായി, വണ്ടി ചെരിഞ്ഞു. ഞാൻ നടുതല്ലി വീഴേണ്ടതായിരുന്നു. പക്ഷെ ആരോ എന്നെ പിടിച്ചിരുത്തിയ മാതിരി ഞാൻ റോട്ടിൽ നടു റോട്ടിലേക്ക് എത്തിയിട്ടില്ല, അതിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഞാൻ റേഷൻ കടയിൽ പോയിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. എൻ്റെ മകൻ വണ്ടി ഓടിപ്പിച്ചോർന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ 8 കിലോനോളം എൻ്റെ കയ്യിൽ അരിയുണ്ട്. അതെൻ്റെ മടിയിലാണ് ഇരുന്നോർന്നത്. അതേപോലെ ജോലി സ്ഥലത്തു നിന്ന് ഇറങ്ങിയ കാരണം ജോലിയിൽ കൊണ്ടുപോയ ഹാൻഡ് ബാഗ്, അതിൻ്റേതായ വെയിറ്റുകളും ബുക്കുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ എൻ്റെ അരുത്ത് ആരോ കൊണ്ടെന്ന് വെച്ച മാതിരി ഞാനിരിക്കണതിൻ്റെ തൊട്ടടുത്ത് 1 മണി അരി പോലും പോവാണ്ട് എൻ്റെ അരുത്ത് സഞ്ചിയടക്കം എൻ്റെ ഹാൻഡ് ബാഗ് എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുകയാണ്. എന്നോട് അവിടെ കൂടിയ ആളുകൾ ചോദിച്ചത്, ചേച്ചി ഇഴുകി വീണതാണോ എന്നാണ് ചോദിച്ചത്. ഇരുന്നത് ശരിയാവാണ്ട് ഇഴുകി വീണതാണോ? ഞാൻ പറഞ്ഞു അല്ല, വണ്ടി സ്കിഡായതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി വലിയൊരു അപകടമാണ് നടക്കേണ്ടിയിരുന്നത്. അതായത് അതൊരു സെൻറ്ററാണ്, ആ സെൻറ്ററിലാണ് വീണത്. അത് നടു റോട്ടിലാണെങ്കിൽ കരിപ്പ് നേരാണ്, 7 മണി നേരാണ്, വണ്ടികളുടെ ലൈറ്റുകളൊക്കെ നമ്മുടെ മുഖത്തേക്ക് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ നടു റോട്ടിൽ വീഴാണ്, അല്ലെങ്കിൽ എൻ്റെ മകൻ വീഴാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മേത്തോടെ വണ്ടി കയറിപ്പോവും. അപ്പോൾ അങ്ങനെ വലിയൊരു സംരക്ഷണം അമ്മ മാതാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിലൂടെ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് സംരക്ഷണം തരുന്നുണ്ട്. അത് എല്ലാവർക്കും, മക്കൾക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഉടമ്പടി തൈലം എല്ലാ ദിവസവും ഞങ്ങൾ ഉടമ്പടിയുടെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങൾ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. അതുപോലെ എൻ്റെ നാത്തൂന് വേണ്ടിയിട്ട് ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, ഭവനത്തിന് വേണ്ടിയിട്ട്. ആൾ 12 വർഷക്കാലമായിട്ട് വാടക വീട്ടിലാണ് താമസിച്ചോർന്നത്. ആ ചേച്ചിക്ക് ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടിയുടെ 3ാമത്തെ പുതുക്കലാവുമ്പോഴേക്കും ആൾക്ക് വീട് പണിയുടെ കാര്യങ്ങൾ നടക്കുകയും 1 വർഷക്കാലം എടുക്കുന്നതിന് മുൻപ് തന്നെ വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞ് വീട്ടിൽ കയറി താമസത്തിനും സാധിച്ചു. അതുപോലെ രോഗസൗഖ്യങ്ങൾ അനേകായിരം കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അനേകായിരം മക്കൾക്ക് രോഗസൗഖ്യങ്ങൾ കിട്ടുന്നുണ്ട്. രോഗികളെ സന്ദർശിക്കാൻ അയലക്കെത്തും. അതുപോലെ നമ്മുടെ അറിവിൽ ആർക്കെങ്കിലും വയ്യ, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന നമ്മൾ ഉടമ്പടി എടുത്ത മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ അത് ഫലം നൽകുന്നുണ്ട്. അവർക്ക് അത് ആ രോഗസൗഖ്യം ഉണ്ടായെന്ന് അവർ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, അതേപോലെ കൃപാസനത്തിൽ ഒന്ന് വരാൻ, ഒന്ന് കാലുകുത്താൻ അവരോട് പറഞ്ഞാണ് ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യപത്രങ്ങളും ഞാൻ കൈമാറുന്നത്. അതുപോലെ വിശ്വാസ പ്രമാണവും ഉടമ്പടിയുടെ സന്ധ്യ പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന അത് എഴുതി ആവശ്യമുള്ളവർക്ക് ഈ ഉടമ്പടി പത്രിക കൊടുക്കുമ്പോൾ ഇത് ഞാൻ എഴുതിയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിനോടൊപ്പം അവർക്ക് കൊടുക്കും. അതുപോലെ കാശ് രൂപം ആവശ്യമുള്ളവർക്ക് കാശ് രൂപവും അവർക്ക് നൽകാറുണ്ട്. അവർ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരോട് വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കേണ്ട കാര്യം സംസാരിക്കാറുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് വന്നു പോവാൻ അങ്ങനെ പറയാറുണ്ട്. അതുപോലെ ഒരു സൗഖ്യം കിട്ടിയത് ചേട്ടൻ്റെ മകൻ്റെ കുട്ടിക്ക് കണ്ണിൽ നിന്ന് പഴുപ്പ് വരുന്ന അസുഖമുണ്ട്. ജനനത്തിലുള്ളതാണെന്നു അവൾക്ക്. അപ്പോൾ ആ പഴുപ്പ് വരുന്നത് നിന്നില്ല എങ്കിൽ കണ്ണിൻ്റെ മൂക്കിൻ്റെയും ഇടയിലായിട്ട് ഒരു ചെറിയൊരു സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് 1 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ ആ അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് 2 പ്രാവശ്യം അവളുടെ കണ്ണിന് മുകളിലായി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി കൊടുത്തതിൻ്റെ ഫലമായിട്ട് 1 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ അവളുടെ ആ അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഇപ്പോൾ 3 വയസ്സാവാറായി. പിന്നെ ഇതുവരെയും അവൾക്ക് ഒരു പ്രശ്നവുമില്ല. ആ സൗഖ്യം തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദിയും സ്തുതിയും പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട്
എനിക്ക് അടുത്തുള്ള വീടുകളിലൊക്കെയാണ് പോകാനും ഓരോരുത്തരെ സഹായിക്കാൻ, അല്ലെങ്കിൽ വണ്ടിക്കാശായിട്ട്. ഇപ്പോൾ പലപ്പോഴും കൃപാസനത്തിൽ വരുമ്പോൾ തന്നെ മറ്റാളുകൾക്ക് വണ്ടിക്കാശ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ എനിക്ക് മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് രോഗികളെ സന്ദർശിക്കാനോ ശുശ്രൂഷിക്കാനോ പറ്റണില്ലല്ലോ എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞായറാഴ്ച മാത്രമാണ് ഒരു ഓഫുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഉടമ്പടിയുടെ ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിന് പോകാൻ പറ്റാത്തതിൻ്റെ കാര്യം എൻ്റെ മനസ്സിലേക്ക് അധികം വരികയും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ ആഴ്ചയിൽ തന്നെ ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പോയി വരുമ്പോൾ അവിടെ ഉള്ള ഒരു ഉടമ്പടി എടുത്തൊരു ചേച്ചി വഴി എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ മരിയൻ സോൾജേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് എല്ലാ മാസവും അവരുടെ കൂടെ പോയി ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് അമ്മയോടും ഈശോയോടും 100 നന്ദി പറയുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുന്നതിന് മുൻപും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഉടമ്പടിയിൽ വന്നതോട് കൂടിയിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം, അതേമാതിരി കരുതൽ, നമുക്ക് കിട്ടുന്ന സംരക്ഷണങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്ന നമുക്ക് അനുഗ്രഹങ്ങൾ, അതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ ദൈവം എത്രയാണ് സ്നേഹിക്കുന്നതെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ തന്നെയാണ്. ഈ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കാൻ തന്നെയാണ് എനിക്ക് എൻ്റെ മരണം വരെയും ഉടമ്പടിയിൽ ജീവിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വഴി ഒരു 10 ആൾ വന്നിട്ട് ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ പേര് ഇവിടെ വന്നു പോയിട്ടുണ്ട്. പലരും ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ തീർച്ചയായും വരും, ഉടമ്പടി എടുക്കും. പല സാഹചര്യങ്ങൾ കൊണ്ടും പിന്നെ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, അമ്മ മാതാവും കൂടി നമ്മൾക്ക് ഇവിടെ വരുവാനായിട്ട് അനുവാദം തരണം, എന്നാൽ മാത്രമാണ് നമുക്ക് സാധിക്കുള്ളൂ. ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഈ എല്ലാ അനുഗ്രഹങ്ങളും തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു.